പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കേക്കിന് റെസിപ്പിയാണ് ചെയ്യുന്നത്. നല്ല രുചിയും മണവുമുള്ള കോക്കനട്ട് കേക്ക്. ഇതിനു വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ നേരത്തെ ചെയ്ത് വെക്കാനുണ്ട്. നമുക്കാദ്യം തന്നെ ഈ ഒരു കേക്കിൻ്റെ ടിന്നൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ലോഫ് ടിന്നാണ് എടുക്കുന്നത്. ഇതേപോലെ ഒരു ബട്ടർ പേപ്പർ എടുത്തിട്ടുണ്ട്. അത് കറക്റ്റ് അളവിൽ മുറിച്ചെടുക്കണം. ടിന്നിൻ്റെ ഹൈറ്റിൻ്റെ 1 ഇഞ്ച് അധികം വേണം നമുക്ക് ഈ ഒരു പേപ്പർ കട്ട് ചെയ്ത് വെക്കാനേ. 4 ഭാഗത്തൊന്നും അത്രയും ഹൈറ്റ് മുകളിലേക്ക് വേണം. അതുപോലെ ഈ ഒരു കോർണറിൽ നിന്ന് നേരെ ഒരു ലൈനും കട്ടും ഇട്ട് കൊടുക്കണം. ഇതേപോലെ 2 സൈഡിൽ നിന്ന് നേരെ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ഉള്ളിലേക്ക് ഇറക്കി വെക്കാൻ പറ്റും. അതിനുശേഷം ഈ ഒരു പേപ്പറിനെ 4 ഭാഗത്തു നിന്നും നന്നായിട്ടൊന്ന് മടക്കി വെക്കുക. ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ടിന്നിലേക്ക് ഇറക്കി വെക്കാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഞാൻ ഈ ടിന്നിൽ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്താൽ മതി. ആ ഒരു പേപ്പർ ഒന്ന് ഒട്ടി നിൽക്കാൻ വേണ്ടി മാത്രം. നോൺ സ്റ്റിക്കാണ്, പക്ഷെ എന്നാലും ഈ ഒരു പേപ്പർ വെക്കുമ്പോൾ കുറച്ചും കൂടെ എളുപ്പത്തിൽ നമുക്കിത് കേക്ക് വിട്ട് കിട്ടാൻ എളുപ്പമാണല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പിന്നീടും പേപ്പർ വെച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മുടെ ആ പേപ്പർ ഇറക്കി വെച്ചിട്ടുണ്ട്. അതിന് ബാക്കിയുള്ളൊരു മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഞാനൊരു അരിപ്പയിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അതിന് കൂടെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂണിന് താഴെ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഒരു 2-3 പ്രാവശ്യം ഇതേപോലെ നന്നായിട്ട് തന്നെ തെള്ളിയെടുക്കുക. മാവ് നന്നായിട്ട് ഇതേപോലെ ചെയ്തെടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് സോഫ്റ്റായിട്ട് നമുക്ക് കേക്ക് കിട്ടും. അതിനുശേഷം ഒന്നുകൂടി ഒന്ന് മിക്സാക്കി വെക്കുക. ഇനി മറ്റൊരു ബൗളിലേക്ക് നമുക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് വേണ്ടത്. തേങ്ങാപ്പൊടി അത് 1/2 കപ്പാണ് എടുക്കുന്നത്. അതിന് കൂടെ തന്നെ ഏലക്ക പൊടിച്ചതാണ് 1 ടീസ്പൂൺ. ഏലക്ക നന്നായിട്ട് കഴുകി ഉണക്കിയതിന് ശേഷം പൊടിച്ചെടുത്തതാണ്. രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ ഈ ഒരു ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇല്ലെങ്കിൽ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ഒന്ന് ചൂടാക്കിയിട്ട് ഒരുപാട് കളർ മാറാത്ത രീതിയിൽ ഒന്ന് പാനിലിട്ട് ചൂടാക്കി എടുത്തിട്ട് ഉപയോഗിച്ചാലും മതി. ഇനി നമുക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഇത് നമുക്ക് മിക്സ് ചെയ്യാനുള്ള ബൗള കുറച്ച് വലിയ ബൗൾ എടുക്കുക. അതിലേക്ക് ഞാൻ 3 മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കുന്നത്. കൂടെ തന്നെ 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആദ്യം തന്നെ ലോ സ്പീഡിലൊന്ന് ഈ രണ്ടും കൂടെ ഒന്ന് പതപ്പിച്ച് വെക്കുക. ഈ ഒരു പാകത്തിലാകുമ്പോൾ നമുക്ക് അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് പൊടിക്കാത്ത പഞ്ചസാര കേട്ടോ. അപ്പോൾ അതുകൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ആവണം. ഒരു ക്രീം കളർ ആ ഒരു ലെവൽ എത്തുന്നത് വരെ നമുക്ക് ആ ഒരു പഞ്ചസാരയും മുട്ടയും കൂടെ ബീറ്റ് ചെയ്തെടുക്കണം. എങ്കിൽ മാത്രമാണ് മുട്ടയുടെ ആ സ്മെല്ല് ഇല്ലാതിരിക്കുക. അതേസമയം തന്നെ നമുക്ക് ഈ ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്ത് വെക്കണം. 180 ഡിഗ്രിയിൽ 5 മിനിറ്റ്സ്. അതിനുശേഷം ഞാനിവിടെ ഈ ഒരു കൂട്ടിലേക്ക് നമ്മുടെ പൊടി ഇട്ട് കൊടുക്കുകയാണ്. മൈദമാവിൻ്റെ 2 സ്പൂൺ വീതം അങ്ങനെ ഇട്ടുകൊടുത്ത് മിക്സ് ചെയ്താൽ മതി. സാവധാനത്തിൽ വേണം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാൻ. ഒട്ടും അപ്പോൾ അതൊന്നും പോവാത്ത രീതിയിൽ തന്നെ നല്ല സോഫ്റ്റായ രീതിയിൽ തന്നെ അത് നന്നായിട്ട് ഇളക്കിയെടുക്കണം. കൂടെ തന്നെ നമ്മുടെ ആ ഒരു തേങ്ങ മിക്സ് ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതേപോലെ അവസാനം ലാസ്റ്റിലേക്ക് മാത്രമാണ് ഞാനിവിടെ മാവിന് ടൈറ്റ് അനുസരിച്ച് പാല് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ റൂം ടെമ്പറേച്ചറുള്ള പാലാണ് ഒരു നോർമൽ. അത് 2 ടേബിൾ സ്പൂണാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഏറ്റവും ലാസ്റ്റിലേക്ക് മതി. ഇനി അഥവാ അതല്ല നിങ്ങൾക്ക് നേരത്തെ ടൈറ്റായി തുടങ്ങുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഓരോ സ്പൂൺ വീതം ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് കൊടുക്കണ്ട. ഞാനിവിടെ 2 ടേബിൾ സ്പൂണാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എനിക്കിത് കറക്റ്റ് ആയിരുന്നു കേട്ടോ മാവ്. അതിനൊരു പാകം. അപ്പോൾ അധികം ലൂസ് ആവാനും പാടില്ല, ഒരുപാട് ടൈറ്റ് ആവാനും പാടില്ല. ആ രീതിയിൽ വേണം നമുക്ക് ഈ ഒരു കേക്കിൻ്റെ ബാറ്റർ കിട്ടാൻ. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനി കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കും വേണം. അപ്പോൾ എയർ ബബിൾസ് എല്ലാം കളയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അതുകൂടെ ചെയ്തതിന് ശേഷം നമുക്ക് ചൂടായി കിടക്കുന്ന ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. 180 ഡിഗ്രി തന്നെ ഞാൻ 30 മിനിറ്റാണ് ബേക്ക് ചെയ്യുന്നത്. ആദ്യം ഒരു 25 മിനിറ്റ് ചെയ്ത് നോക്കി. അപ്പോൾ അത് കുറച്ചുകൂടെ ഒന്ന് പാകാവാണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും ഒരു 5 മിനിറ്റ് കൂടെ വെച്ചിട്ടുണ്ട്. 25 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്നും കൂടെ നടുക്ക് കുത്തി നോക്കുമ്പോൾ ചെറുതായിട്ട് ഒന്നും ആവാനുണ്ട്. മാവ് ചെറിയൊരു ഒട്ടൽ തോന്നി. അത് കാരണം വീണ്ടും ഞാൻ ഒരു 5 മിനിറ്റ് കൂടെ വെച്ചു. അപ്പോൾ കറക്റ്റ് പാകത്തിന് നമുക്ക് ഈ ഒരു കേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സ്റ്റവ് ടോപ്പിലാണെങ്കിലും ഇതേപോലെ തന്നെ ആ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 30 മിനിറ്റ് തന്നെ ബേക്ക് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം തണുക്കാൻ വേണ്ടി ഞാനൊന്ന് തുണി വെച്ചിട്ടാണ് മൂടി വെച്ചിരിക്കുന്നത്. ഒരു ടവൽ വെച്ച് മൂടി വെക്കാം. ഇനി നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇതൊന്ന് ട്രെയിൽ നിന്നും മാറ്റാം. ഇപ്പം നല്ല കറക്റ്റ് പാകത്തിന് ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഒന്നുകൂടി ഒന്ന് പുറത്ത് വയ്ക്കുമ്പം ആ കേക്കൊന്ന് സെറ്റായിട്ടിരിക്കും. അപ്പോൾ തണുത്ത് കഴിഞ്ഞപ്പം ഇത് നന്നായിട്ട് നമുക്ക് മുറിച്ചെടുക്കാനും പറ്റും. നല്ലൊരു ടീ ടൈം സ്നാക്കായിട്ട് നമുക്കിത് കഴിക്കാം. ഇതേപോലെ തന്നെ കട്ട് ചെയ്തിട്ട്
ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് ജാം തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ സ്ട്രോബെറി ജാം ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ലൂസിൽ വേണം നമ്മളിത് കേക്കിന് മുകളിലേക്ക് തേച്ച് കൊടുക്കാൻ. ഇത് തേക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് ആട്ടോ കേക്കിന് ഉണ്ടാവുക. അപ്പോൾ ഏത് ജാം വേണമെങ്കിലും എടുക്കാം. നന്നായിട്ട് തന്നെ മുകൾ ഭാഗത്ത് നന്നായിട്ട് തേച്ച് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് നമ്മൾ തൂവി കൊടുക്കുന്നുണ്ട്. അപ്പം ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, അല്ലെങ്കിൽ വേണ്ട. അപ്പോൾ അതേപോലെ ഈ തേങ്ങാപ്പൊടി കൂടെ ചേർത്ത് ഇതേപോലെ എല്ലാ ഭാഗത്തും ഒരേ രീതിയിലാവുന്ന രീതിയിൽ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യുമ്പോൾ നല്ലൊരു കാണാൻ ഭംഗിയാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യും. ജാം പിന്നെ ഏത് ജാം വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും കൂടെ വരുമ്പം ഈ ഒരു കേക്കിന് എക്സ്ട്രാ ഒരു ഫ്ലേവർ വരും. അപ്പോൾ അത് കണ്ടില്ലേ, നല്ല ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും. അത്രയ്ക്ക് സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതേ രീതിയിലൊരു കേക്ക് നിങ്ങളൊന്നും ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ചെയ്ത് നോക്കിക്കോളൂ. എല്ലാവർക്കും ഇഷ്ടമാവും. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ റെസിപ്പി. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. പിന്നെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് ചെയ്തേക്കണേ. പിന്നെ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇനി പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.